ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഈ കാണുന്ന വണ്ടിയുടെ വീലിന്റെ ഷൈനിങ് ഉണ്ടോ, നല്ല അടിപൊളി ബ്ലാക്ക് ആണ്. നല്ല ബ്ലാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. 2 പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു ഷൈനിങ് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഞാൻ ആരെ റെക്കമെൻഡ് ചെയ്തത് വാങ്ങിക്കാൻ ആരെ റെക്കമെൻഡ് ചെയ്തില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്താ വെച്ചാൽ ഒരു കോംബോ സെറ്റ് ആണ് വരുന്നത്. കോംബോ സെറ്റ് എന്ന് വെച്ചാൽ ഒരു വീൽ ക്ലീനർ, ഇതിനകത്ത് ടയറും റിമ്മും കൂടെ കഴുകാവുന്ന രീതിക്ക് തന്നെയാണ്. സോപ്പ് പോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഓവർ പതയല്ല, എന്നാൽ അത്യാവശ്യം പതയൊക്കെ ഉണ്ട്. കൊള്ളാം, സംഭവം കൊള്ളാം. അതേപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഷൈനിങ് എന്ന് പറയുന്ന സാധനം ടയറിലും അതേപോലെ തന്നെ റിമ്മിലും നമുക്ക് മറ്റേ ഇത് ക്ലീനർ അടിച്ചതിന് ശേഷം തുടച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ ക്ലീനർ. അപ്പൊ ഇത് നമ്മൾ കണ്ട ഈ ടയർ കണ്ട, ടയർ എന്ന് വെച്ചാൽ മഹാ അഴുക്കായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ മഴയും കാലാവസ്ഥയൊക്കെ വെച്ചിട്ട് നമുക്കറിയാവുന്നതാണ്, എതിലെ പോലും ചെളി വഴുക്കും ഒക്കെ കയറി പിടിക്കുന്ന കാലാവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴുകി വിട്ടേക്കുന്ന വണ്ടിയുടെ ടയറും ഈ കഴുകാതിരിക്കുന്ന വീലിന്റെ ടയറും തമ്മിലുള്ള വ്യത്യാസം, ഒരു ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടിപൊളിയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോംബോ സെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളിത് കഴുകാൻ പോകണം. ഇതിന്റെ എല്ലാ ഭാഗത്തും അഴുക്കുണ്ട്. അടിപൊളി അഴുക്കാന്ന് വെച്ചാൽ നല്ല അഴുക്കാണ്. അപ്പൊ നമ്മൾ കഴുകാൻ പോകണേ. ആദ്യം ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഏത് വാഹനം നിങ്ങൾ കഴുകുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ടയറിൽ ഇടുന്ന വീൽ തുണി കൊണ്ട് തന്നെ നമ്മുടെ ബോഡി തുടയ്ക്കാതിരിക്കുക. ടയർ റിമ്മ് തുടയ്ക്കുന്നതും അതേപോലുള്ള എല്ലാ കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് ഒരിക്കലും തുണി കൊണ്ട് തുടയ്ക്കാതിരിക്കുക. കാരണം ഇതിനെല്ലാം സെപ്പറേറ്റ് തുണി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒറ്റ തുണി മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴുകി ബോഡി തുടച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നതായിരിക്കും വൃത്തി. കഴുകി സെപ്പറേറ്റ് കഴുകി വൃത്തിയാക്കി ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് സ്ക്രാച്ച് വീഴത്തില്ല, അതേപോലെ അലോയ് വീലിന് സ്ക്രാച്ച് വീഴത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യം നമ്മൾ മറന്നു പോരുത്. അപ്പം നമ്മൾ കൊണ്ടുപോയി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാധനം അടിപൊളിയായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മളിത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കാൻ പോകണം. മൊത്തത്തിൽ ഒന്ന് കഴുകണം. ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ വീല് അധികം അഴുക്കും കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിലും നിങ്ങളുടെ ഈ ക്ലീനർ റഫായിട്ട്, വെള്ളം അടിക്കേണ്ട റഫായിട്ട് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണി ഇട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അലോയ് വീൽ ഉൾപ്പെടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ ഷൈനിങ് എന്ന് പറയുന്ന ഈ സാധനം അങ്ങോട്ട് അടിച്ചു കൊടുത്തും ഒരു സ്പോഞ്ചിട്ട് തുടച്ചാണ്ടല്ലോ, അടിപൊളിയായിരിക്കും, നല്ല ഫിനിഷിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിച്ചപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കൊണ്ടുപോയി ഒന്ന് കഴുകാൻ പോകണേ. ഈ സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകാൻ പോകണേ. കഴുകുന്നതിൻ്റെ വീഡിയോ നമുക്ക് കാണാം, ഫുള്ള് കാണാം.
അങ്ങനെ നമ്മുടെ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകുകയാണ്. കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുടയ്ക്കുകയാണ്. തുടച്ചൊന്ന് ഡ്രൈ ആകാനും ഞാൻ ഒരു 5 മിനിറ്റ് വെയിലത്തും വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, നമുക്ക് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സ്ട്രീംലി ഷൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഒരു സ്പ്രേ നമ്മൾ അടിക്കുകയാണ്. അടിച്ചതിന് ശേഷം നമ്മൾ വീലിൽ വെല്ലം അടിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും, ആ കാണുന്ന കാറിൻ്റെ വീലിൻ്റെ ഒരു തിളക്കം നമുക്ക് ഇവിടെ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടയറിലും കൂടെ അടിച്ച് കഴിയുമ്പോൾ ഒരു സ്പോഞ്ച് ഇട്ട് അങ്ങോട്ട് അടിച്ച് കഴിയുമ്പോൾ നല്ല ഷൈനിങ് ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊരു എന്താ പറയുക, ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാറിൻ്റെ. അതേപോലെ തന്നെ ആ ഒരു വീലിൽ നല്ല ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, ഞാൻ ആ ഒരു കാര്യത്തെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം നെക്സ്റ്റ് ടൈമിൽ കാണാം. ഓക്കെ, ബൈ. അനീസ്.